In this video, we're going to see module 4. Okay, so in module 4, basically we are going to see ER diagrams and ER modeling. Okay, that is entity ER model is entity relationship model. Okay, so before moving into ER model, first we will see why we need an ER model. Okay, so first we will see about database design or design process of an application. Okay, so when we are going to develop a software, there are mainly two main activities, that is database design and application design. So database design, that is where we are going to focus on. Okay, database design എന്ന് പറയുമ്പോൾ that is a design of the conceptual schema for a database application. Okay, that is what we have to identify what are the data required for that particular application, and we find different entities in that database, and then inside every entity what are the attributes included, and what are the relationship between these entities, etc., will be found. Then after that we are going to develop an application. So basically the conceptual schema is designed using database design, and then application design is done. In the application design we focuses on programs and interfaces that access the database. അപ്പോൾ എന്താണ് നമ്മുടെ സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയർ എങ്ങനെയിരിക്കണം, അതിൻ്റെ ഇൻ്റർഫേസസ് എങ്ങനെയായിരിക്കണം, ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ഡിസൈനിലാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് ജനറലി considered part of software engineering. So നമുക്ക് ആ പാർട്ടിലോട്ട് ഇപ്പോൾ പോകണ്ട, we have to focus only on the database design part. So where we are going to develop a conceptual schema for the database application. So this is നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു പ്രോസസ്സിനെ എലാബറേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഒരു ഡയഗ്രമാണ് ഇത്. ജസ്റ്റ് ടു make you understand, no need to study this diagram, just to understand. Okay, so നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ സോഫ്റ്റ്വെയറിൻ്റെ ബൗണ്ടറീസ് നമ്മൾ കണ്ടുപിടിക്കുക. അതായത് ഇപ്പോൾ ഒരു കോളേജിന് വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് കോളേജ് ഈസ് ദ മിനി വേൾഡ്. Okay, so inside that mini world we have to collect the requirements and the data required for that particular software. So we have to do the requirement collection and the analysis. Okay, so for the college we have to develop a software. So ആ സോഫ്റ്റ്വെയറിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ആ റിക്വയർമെൻറ്റ് അനുസരിച്ച് അതിനകത്ത് എന്തൊക്കെ ഡേറ്റ വേണമെന്ന് കണ്ടുപിടിക്കും. ഓക്കെ, സോ അതാണ് റിക്വയർമെൻറ്റ് കളക്ഷൻ ആൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. Then we divide these requirements into functional requirements and data requirements. Functional requirements എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ ഫങ്ഷനാലിറ്റീസ് വേണം എന്ന് പറയുന്നതാണ് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കോളേജിന് വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പം അതിന് നമുക്ക് ഫാക്കൽറ്റിക്ക് വേണ്ടിയിട്ടൊരു ഒരു ഇൻ്റർഫേസ് വേണം, അതുപോലെ സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ടൊരു ഇൻ്റർഫേസ് വേണം. ഇനി ഫാക്കൽറ്റിയുടെ ഇൻ്റർഫേസ് ആണെങ്കിൽ അതിൽ നമുക്ക് എന്തൊക്കെ ഫങ്ഷനാലിറ്റീസ് ആയിരിക്കും അതിലുണ്ടാവേണ്ടത്. അതുപോലെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റിന് ഇപ്പോൾ അറ്റൻഡൻസ് കാണാൻ പറ്റണം, അവരുടെ മാർക്സ് കാണാൻ പറ്റണം, അല്ലെങ്കിൽ അവർക്കൊരു ഗ്രീവൻസസ് എൻ്റർ ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ ഫങ്ഷനാലിറ്റീസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ഈ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സിൽ നമ്മൾ ഫങ്ഷണൽ അനാലിസിസ് നടത്തി ഹൈ ലെവൽ ട്രാൻസാക്ഷൻ സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ട് വി ആർ ഗോയിങ് ടു ഡിസൈൻ ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. ഓക്കെ, അതായത് നമ്മൾ പ്രോഗ്രാം എങ്ങനെ വേണമെന്ന് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലോട്ട് നമുക്ക് എന്തും കൂടെ വേണം, നമ്മുടെ ഡേറ്റ എന്തൊക്കെ ഡേറ്റ ആണ് ആ സോഫ്റ്റ്വെയറിന് ആവശ്യമുള്ളതെന്നും കൂടെ നമ്മൾ കളക്ട് ചെയ്യണം, അല്ലേ? സോ ദ ഡേറ്റ റിക്വയർമെൻറ്റ്സ്, നമ്മുടെ ഡേറ്റ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്,
ഡേറ്റ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ പെർട്ടിക്കുലർ സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ ഡേറ്റ വേണം. ഇപ്പോൾ എഗെയിൻ നമ്മൾ കോളേജിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ ഡേറ്റ വേണം, നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വേണം, ഫാക്കൽറ്റി ഡീറ്റെയിൽസ് എല്ലാം വേണം, പിന്നെ ക്ലാസ് റൂമിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വേണം, ക്ലാസ്സസ് അല്ലെങ്കിൽ സെമസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വേണം, പ്ലേസ്മെൻറ്റ് ഡീറ്റെയിൽസ് വേണം, അതേപോലെ ലൈബ്രറിയുടെ ഡീറ്റെയിൽസ് ആണ്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഡേറ്റ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെ ഡേറ്റ വേണം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഡേറ്റയെ നമ്മൾ എങ്ങനെ ഡേറ്റാബേസിൽ നമുക്കതിൻ്റെ ഒരു കോൺസെപ്ച്വൽ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ആ കോൺസെപ്ച്വൽ ഡിസൈൻ അതാണ് നമ്മൾ പറയുന്ന കോൺസെപ്ച്വൽ സ്കീമ എന്ന് പറയുന്നത്. സോ ഈ കോൺസെപ്ച്വൽ സ്കീമ ഡിസൈനിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോഡലാണ് നമ്മുടെ മോഡൽ എന്ന് പറയുന്നത്. സോ നമ്മൾ അതിൻ്റെ ഹൈ ലെവൽ ഡേറ്റ മോഡൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കോൺസെപ്ച്വൽ ഡിസൈൻ. സോ വൺസ് യു ഡെവലപ്പ് ദ കോൺസെപ്ച്വൽ, യു ഗെറ്റ് ദ കോൺസെപ്ച്വൽ സ്കീമ, ദാറ്റ് ഇസ് എ high level data model. Then what you have to do is, after getting the conceptual schema, we have to map it with the internal details or the internal schema, that is എന്താണ് ആക്ച്വലി ഹൗ ദിസ് ഡേറ്റ ഈസ് അറേഞ്ച്ഡ് ഇൻസൈഡ് ദ സ്റ്റോറേജ് ഡിവൈസ് അല്ലേ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ അതിൽ എങ്ങനെയാണോ ഇത് ആക്ച്വൽ ഡേറ്റ സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡിസൈൻ ഉണ്ടാകും. ദാറ്റ് ഈസ് അവർ ഫിസിക്കൽ ഡിസൈൻ. ഈ ഫിസിക്കൽ ഡിസൈനും ഈ കോൺസെപ്ച്വൽ ഡിസൈനും തമ്മിൽ മാപ്പ് ചെയ്യണം. അതാണ് നമ്മുടെ ലോജിക്കൽ ഡിസൈനിൽ അതിൽ ചെയ്യുന്നത്. സോ യു ഗെറ്റ് a logical schema. Okay, so that logical schema with the mapping with the physical schema, we are using that for the application program design. നമ്മുടെ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിന് അതിൽ നമ്മൾ യൂസ് ചെയ്യും. And with that you are going to develop the actual application program. അതിനകത്ത് നമ്മൾ actual implementation of the software is done using programming and you get the actual software. ഇതാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. നമ്മളിവിടെ ഇപ്പം ഡേറ്റാബേസ് ഡിസൈനിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. there are a lot of process inside the application program development other than this. Okay, സോ ഇത് നമ്മൾ ഡേറ്റാബേസ് ഡിസൈനിനെ ബേസ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മളിവിടെ ഇതിൽ ബാക്കി ഒന്നും നമ്മൾ നോക്കുന്നില്ല. നമുക്കിപ്പോൾ ഇവിടെ പഠിക്കാനുള്ളത് ഈ കോൺസെപ്ച്വൽ ഡിസൈൻ മാത്രമാണ്. കോൺസെപ്ച്വൽ സ്കീമ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സോ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് മോഡൽ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. സോ ഹൈ ലെവൽ ഡേറ്റ മോഡൽ അല്ലെങ്കിൽ കോൺസെപ്ച്വൽ സ്കീമ ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മോഡലാണ് മോഡൽ. അതെന്ന് പറഞ്ഞാൽ ദാറ്റ്സ് അബ്രിവേഷൻ ഓഫ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ. സോ അതിൽ എന്തൊക്കെ ഉണ്ടാവണം? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് എൻറ്റിറ്റീസ്. It has a collection of entities and their properties called attributes. Or entities ഉണ്ടാവും, അതിൻ്റെ properties called attributes ഉണ്ടാവും. And we have the relationship between them. Okay, so നമുക്ക് entities and attributes and their relationship കാണിക്കുന്ന ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് നമ്മുടെ മോഡൽ എന്ന് പറയുന്നത്. Okay, so it is a diagrammatic representation. Since it is a diagrammatic representation, നമുക്ക് അതിനെ എന്താണ് ഒരു നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരാൾക്കും കൂടി ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും ഈ മോഡൽ എന്ന് പറയുന്നത്. നമുക്ക് ആ നൊട്ടേഷൻസ് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ അതാണ് മോഡൽ എന്ന് പറയുന്നത്. Okay, so now we are going to see different components of the model. Okay, one by one. So first നമുക്ക് എന്താ വേണ്ടത്? entities. What is an entity? നമ്മളെപ്പോഴും entity എന്ന് പറയുന്നുണ്ട്. എന്താണ് entity എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയർ എന്തായിരിക്കുമോ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ബൗണ്ടറീസിൽ നിന്നുകൊണ്ട്
ഉണ്ട്. നോക്കുമ്പോൾ അതിൽ ഉള്ള ആ ഒരു സോഫ്റ്റ്വെയറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന സ്പെസിഫിക് ഒബ്ജക്ട്സ് ഓർ തിങ്സ്, അതിനെയാണ് നമ്മൾ ഓരോ എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു കോളേജിന് വേണ്ടി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ദ തിങ്സ് ഇൻസൈഡ് ദിസ് കോളേജ് ഈസ് അവർ ഈസ് ദ മിനി വേൾഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു കോളേജിൽ നമ്മൾക്ക് എന്തൊക്കെ കാണാൻ പറ്റും അതെല്ലാമായിരിക്കും അതിനകത്ത് എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്. നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഫങ്ഷണാലിറ്റീസിനെയും കൂടെ ഇത് ചെയ്തിട്ടായിരിക്കും നമ്മൾ എൻറ്റിറ്റീസ്. ഇതിൽ ഒത്തിരി തിങ്സ് ഉണ്ടാകും, പക്ഷെ അതെല്ലാം നമ്മൾ ഡേറ്റ ചിലപ്പോൾ സ്റ്റോർ ചെയ്യണം വരില്ല. ആ പർട്ടിക്കുലർ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയറിന് എന്തൊക്കെ ഡേറ്റാസ് ആവശ്യമുണ്ടോ ആ ഡേറ്റാസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഓരോ സ്പെസിഫിക് ഒബ്ജക്ട്സ് തിങ്സ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ബൗണ്ടറി ഈസ് കോൾഡ് ദ എൻറ്റിറ്റി. അപ്പം ഇപ്പോൾ ഒരു കോളേജാണെങ്കിൽ കോളേജിലെ ഫാക്കൽറ്റി, സ്റ്റുഡൻറ്റ്, ലൈബ്രറി, സെമസ്റ്റേഴ്സ് ഓർ ഇയേഴ്സ്, ക്ലാസ് റൂംസ്, പിന്നെ എന്താണ് ക്യാൻറ്റീൻ, ഇതൊക്കെ നമുക്ക് ഓരോ എൻറ്റിറ്റീസായിട്ട് കണക്കാക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനി എടുത്താൽ ആ ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ്, നഴ്സസ്, ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പം ഡിപ്പാർട്ട്മെൻറ്റ്സ്, ദെൻ പിന്നെന്താ അങ്ങനെ ഫാർമസി, അങ്ങനെ കുറേ എൻറ്റിറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ ആ കമ്പനിയിലും എഗെയിൻ എംപ്ലോയീസ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ദെൻ ഡിപ്പാർട്ട്മെൻറ്റ്സ്, പ്രോജക്ട്സ്, അങ്ങനെ കുറേ എൻറ്റിറ്റീസ് ഉണ്ടാവും. സോ അത് ഓരോ സോഫ്റ്റ്വെയർ സ്പെസിഫിക് ആയിരിക്കും നമ്മൾ എന്തൊക്കെ എൻറ്റിറ്റീസ് ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ ബേസിക്കലി ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പം അതിൽ ഇപ്പം നമ്മളിപ്പോൾ കോളേജ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഐ എം എ ഫാക്കൽറ്റി അല്ലേ. അപ്പോൾ എനിക്കുള്ള ബേസിക്കായിട്ട് വരുന്ന ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ മൈ ഫാക്കൽറ്റി നെയിം, ഐ ഹാവ് എംപ്ലോയി ID, ദെൻ വി ഹാവ് നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ സാലറി, നമ്മുടെ ഏജ്, നമ്മുടെ ഡിഗ്രി, ഇങ്ങനെയൊക്കെയുള്ള ഒരു ബേസിക്കായിട്ട് ഉള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ടാകും. അപ്പോൾ എനിക്ക് വരുന്ന ബേസിക് ആട്രിബ്യൂട്ട്സും അല്ലെങ്കിൽ വേറെ ഒരു ഫാക്കൽറ്റിക്ക് വരുന്ന ബേസിക് ആട്രിബ്യൂട്ട്സും സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ബേസിക് ആട്രിബ്യൂട്ട്സ് സെയിം ആയിട്ടുള്ളവരെയായിരിക്കും നമ്മൾ ഒറ്റ ഒരു സിംഗിൾ എൻറ്റിറ്റി എന്ന് കണക്കാക്കുക. സോ വി ക്യാൻ കോൾ ദാറ്റ് ആസ് ആൻ എൻറ്റിറ്റി ടൈപ്പ് ഫാക്കൽറ്റി, അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി ദാറ്റ് ഇസ് ഫാക്കൽറ്റി. ആ ഒരു എൻറ്റിറ്റിയുടെ ഉള്ളിൽ വരുന്നതാണ് ഇപ്പം ഞാൻ, അല്ലെങ്കിൽ സിന്ധു മിസ്, അല്ലെങ്കിൽ ഡൽമ മിസ് എന്നൊക്കെ പറയുന്നത് ആ ഒരു ഫാക്കൽറ്റി എന്ന് പറയുന്ന എൻറ്റിറ്റിയുടെ ഉള്ളിൽ വരുന്ന. അതേപോലെ ഇപ്പം സ്റ്റുഡൻസിനെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് വരുന്ന ബേസിക് ആട്രിബ്യൂട്ട്സ് സെയിം ആയിരിക്കും അല്ല. അപ്പം അങ്ങനെയുള്ളവരെ വി ഗ്രൂപ്പ് ഇറ്റ് ആസ് സ്റ്റുഡൻറ്റ്, ദ എൻറ്റിറ്റി ടൈപ്പ് സ്റ്റുഡൻറ്റ് ഓർ ദ എൻറ്റിറ്റി സ്റ്റുഡൻറ്റ്. ഓക്കെ, സോ അതാണ് നമ്മൾ എൻറ്റിറ്റി ടൈപ്പ് ഓർ എൻറ്റിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഞങ്ങൾ പറഞ്ഞു സ്റ്റുഡൻറ്റ്, ഫാക്കൽറ്റി, അല്ലെങ്കിൽ എംപ്ലോയി, അങ്ങനെയുള്ള ഇത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്പെസിഫിക് ഒബ്ജക്ട്സ് കണ്ടുപിടിച്ചു. ആ സ്പെസിഫിക് ഒബ്ജക്ട്സിൽ സിമിലർ ആട്രിബ്യൂട്ട്സ് വരുന്നതിനെയെല്ലാം നമ്മൾ ഓരോ എൻറ്റിറ്റീസായിട്ട് കണക്കാക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, so we are representing entity in an ER model inside a rectangular box. Okay, this is a student table, student roll number, student name, age, mobile number. ഇതാണ് ബേസിക് ആട്രിബ്യൂട്ട്സ് വരുന്നത്. സോ ഈ ഒരു സിമിലർ ആട്രിബ്യൂട്ട്സ് ആൻഡ്രൂ, ഏഞ്ചൽ, പ്രിയ, അനലിസ എന്ന് പറയുന്ന ഈ സ്റ്റുഡൻസിനെല്ലാം ബേസിക് ആട്രിബ്യൂട്ട്സ് എല്ലാം സെയിം ആണ്. സോ ദേ ആർ അണ്ടർ ദ എൻറ്റിറ്റി ടൈപ്പ്, സിമിലർ എൻറ്റിറ്റി ടൈപ്പ് സ്റ്റുഡൻറ്റ്. ഓക്കെ, സോ ആ എൻറ്റിറ്റി ടൈപ്പിനെ നമ്മൾ ER മോഡലിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈസ് ഇൻസൈഡ് എ റെക്ടാങ്കുലർ ബോക്സ്.
ഓക്കെ, സോ അതാണ് എൻറ്റിറ്റി ടൈപ്പ്. ദെൻ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓരോ എൻറ്റിറ്റീനെയും ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ, പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെ ആയിരിക്കും നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. സോ ആട്രിബ്യൂട്ട്സ് ഡിസ്ക്രൈബ്സ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻറ്റിറ്റി. Okay, so a specific entity will have a value for each of its attribute. ഓരോ ആട്രിബ്യൂട്ടിനും എന്താണ് ഒരു പർട്ടിക്കുലർ എൻറ്റിറ്റിയിലെ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റിന് ഈ ആട്രിബ്യൂട്ട്സിനെല്ലാം ഒരു സ്പെസിഫിക് വാല്യൂസ് ഉണ്ടാവും. ഓക്കെ, സോ ഇപ്പം നമ്മൾ എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് ഒരു എൻറ്റിറ്റിയിലെ ഒരു ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ എംപ്ലോയിയിൽ നെയിം ഉണ്ടാവും, ഏജ് ഉണ്ടാവും, സാലറി ഉണ്ടാവും. സോ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സ്മിത്ത് is an employee, he has an employee name, age 35, salary 45,000. സോ അങ്ങനെ സോ ഒരു ആ എംപ്ലോയിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ദ നെയിം, ഏജ് ആൻഡ് സാലറി. ഇത് ഓരോ സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ഇതനുസരിച്ച് ആവശ്യങ്ങളനുസരിച്ച് നമുക്ക് നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ക്യാൻ ഡിഫർ. ഓക്കെ, ഇത് തന്നെയാവണമെന്നില്ല. ദർ ക്യാൻ ബി മോർ ദാൻ ദിസ്. Attributes can be defined like that. Okay, so attribute have some set of allowed or permitted values called domain. അതായത് ഈ ആട്രിബ്യൂട്ട്സിൻ്റെ വാല്യൂസ് നമുക്ക് ഇങ്ങനെ എന്താ പറയുക, കൺസ്ട്രെയിൻ ചെയ്യണം. അതിനെ നമ്മൾ ഡൊമെയിൻസ് എന്ന് പറയും. അതായത് ഇപ്പം നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം, ഒരു സ്ട്രിങ് ആയിരിക്കണം അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ആയിരിക്കണം. അതിനെയാണ് നമ്മൾ ഡൊമെയിൻ അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. സോ ഏജ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഇൻറ്റജേഴ്സ്, സാലറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി again numbers, അല്ലേ? സോ there are some set of allowed and permitted values. അതിനെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ attributes should have a domain. Okay, then attributes are represented by oval connected to the entity type. നമ്മുടെ entity type example കാണിച്ചത്. സോ this is an entity type student. ആ സ്റ്റുഡൻറ്റിനോട് കണക്ട് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഈ ഓവൽസ് ആണ് നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. സോ this attributes are represented in ER model using ovals connected to this entities. Okay, so സ്റ്റുഡൻറ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് സ്റ്റുഡൻറ്റ് നാം, സ്റ്റുഡൻറ്റ് നെയിം, മേജർ. ഇതാണ് ഈ ഒരു പർട്ടിക്കുലർ എൻറ്റിറ്റിയുടെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും നമുക്ക് ആട്രിബ്യൂട്ട്സ് പല ടൈപ്പ് ഉണ്ട്. സിമ്പിൾ ആട്രിബ്യൂട്ട്, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്, multi-valued attribute, complex attribute, key attribute, etc. Okay, so we will see this now. Okay, simple attribute എന്ന് പറഞ്ഞിട്ടുണ്ട് attributes which are not divisible, that is they cannot be divided. അതെ, ഓക്കെ, ഇപ്പം ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ആട്രിബ്യൂട്ട്, അല്ലെങ്കിൽ റോൾ നമ്പർ എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ട്, അല്ലെങ്കിൽ ഏജ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്, അതൊന്നും ഡിവിസിബിൾ അല്ല. ദർ ഇസ് എ സിംഗിൾ വാല്യൂ. അതിനെ നമുക്ക് ഒരു രീതിയിലും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സിനെയാണ് സിമ്പിൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഒരു സിംഗിൾ വാല്യൂ ഉണ്ടാവും, അതിനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു സിംഗിൾ എൻറ്റിറ്റി, സിംഗിൾ ഒരു സംഭവമാണ്. അതിനെയാണ് സിമ്പിൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഈ സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ, that is a simple attribute. Class is a simple attribute. Age is a simple attribute. They cannot be further divided. പക്ഷേ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ ആ that attribute may be composed of several components. ഇപ്പം ഫോർ എക്സാമ്പിൾ അഡ്രസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിൽ ഇപ്പം നമുക്ക് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ടെങ്കിൽ ആ അഡ്രസ്സിനകത്ത് നമുക്ക് അഡ്രസ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്ട്രീറ്റ്, സിറ്റി, സ്റ്റേറ്റ്, കൺട്രി എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. പിൻ കോഡ്, എക്സെട്ര, അല്ലേ, ഹൗസ് നമ്പർ,
അപ്പം ഇതെല്ലാം അങ്ങനെ പല കമ്പോണൻസ് വരാം. അപ്പം നമുക്ക് അതിനെ ഒരു കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടായിട്ട് കാണിക്കാം. ഓക്കെ, സോ ഇപ്പം അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മളിങ്ങനെയാണ്. അഡ്രസ് inside the brackets, house number, street, city, state, pin code, country. This is how we represent a composite attribute. ER model you can show it like this. ഈ ഒരു ഡയഗ്രാം കാണിക്കുന്ന പോലെ നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ വി ഹാവ് ആൻ ആട്രിബ്യൂട്ട് അഡ്രസ്. ആ അഡ്രസ്സിനെ നമ്മൾ അതിൽ ഉള്ള കമ്പോണൻസിനെ, അതായത് ഹൗസ് നമ്പർ, സ്ട്രീറ്റ്, സിറ്റി, സ്റ്റേറ്റ്, പിൻ കോഡ് ആൻഡ് കൺട്രി, ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ കാണിക്കാൻ പറ്റും. സോ ഇതൊരു കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടാണ്. നമുക്കൊരു ആട്രിബ്യൂട്ട് അഡ്രസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിനെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പല കമ്പോണൻസ് ഇങ്ങനെ കാണിച്ചേക്കാണ്. അതേപോലെ ഇപ്പം നെയിം എന്ന് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട്, നെയിമിനെ നമുക്ക് name can be, my name is Meera Teresa Matthews. I have a first name, middle name and a last name. അല്ലേ? സോ ഇപ്പം നെയിമിന് ഈ ഒരു നെയിം എന്ന് പറഞ്ഞ ഒരു സിംഗിൾ ആട്രിബ്യൂട്ടാണ്. അതിനെ തന്നെ നമുക്ക് 3 കമ്പോണൻസ് ആയിട്ട് കാണിക്കാം, അല്ലേ? സോ ദിസ് ഇസ് എ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ കാണിക്കാം. നെയിം എന്ന് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട് വിച്ച് വിൽ ബി റെപ്രസെൻറ്റഡ് ബൈ എൻ ഓവൽ, ആൻഡ് കണക്റ്റഡ് ടു ദിസ് ഓവൽ വിൽ ബി 3 other ovals, that is first name, middle name and last name. That is how you represent a composite attribute in ER model. Okay, so adana composite attribute. In there is another kind of attribute, that is multi-valued attribute. Multi-valued attribute എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ആട്രിബ്യൂട്ട് ആയിരിക്കും, പക്ഷേ ആ സിംഗിൾ ആട്രിബ്യൂട്ടിന് മോർ ദാൻ 1 വാല്യൂസ് വരാം. അതായത് ഇപ്പം നമുക്ക് ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ട് ഉണ്ട്, ഒരു പർട്ടിക്കുലർ എൻറ്റിറ്റി ഉണ്ട്, കാറ് ഒരു കാർ കമ്പനിക്ക് ഒരു കാറിൻ്റെ ഒരു പർട്ടിക്കുലർ മോഡൽ അതിൻ്റെ കളർ എന്ന് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. പക്ഷേ ആ ഒരു പർട്ടിക്കുലർ മോഡലിന് നമുക്ക് കുറേ കളേഴ്സ് വരും. അപ്പോൾ ദാറ്റ് റെഡ്, ബ്ലൂ, ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് 3 കളേഴ്സ് ഉണ്ടെന്ന് നോക്കിയാൽ, സോ ദാറ്റ് ഇസ് എ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. അത് കാറിനെ നമ്മൾ കാറെന്ന് പറഞ്ഞൊരു കളർന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയല്ല, ആ കളർന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന് കുറേ വാല്യൂസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രി, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പേഴ്സൺ വർക്കിംഗ് ഇൻ ആൻ എംപ്ലോയ്, വർക്കിംഗ് ഇൻ എ കമ്പനി has an attribute degree എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിൽ one can have more than one degree, one employee can have more than one degree. സോ അതിനെ നമുക്ക് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ആയിട്ട് കാണിക്കാം. അപ്പം ദാറ്റ് ഇസ് റെപ്രസെൻറ്റഡ് വിത്ത് എ ഡബിൾ എലിപ്സ്. അതായത് ദിസ് ഇസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് എ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. അതായത് ഇവിടെ ഡിഗ്രി, എനിക്ക് ഇപ്പോൾ സപ്പോസ് ഞാനൊരു എംപ്ലോയി, ഐ ഹാവ് മെനി ഡിഗ്രീസ്, ഐ ഹാവ് 3 degrees എന്ന് വിചാരിക്കാം. ഐ ഹാവ് എ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ്, ഐ ഹാവ് എ ഡിഗ്രി ഇൻ എക്കണോമിക്സ്, ഐ ഹാവ് എ ഡിഗ്രി ഇൻ സംതിങ് എൽസ്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് 2-3 ഡിഗ്രീസ് ഉണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ലൈക്ക് എ ഡബിൾ എലിപ്സ്. അതാണ് നമുക്കൊരു മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിലാണെങ്കിൽ ഹിയർ വി ഹാവ് ആൻ എൻറ്റിറ്റി TV ഷോ. റെക്റ്റാങ്കുലർ ബോക്സിൽ കാണിക്കുന്നതാണ് നമ്മുടെ എൻറ്റിറ്റി. സോ ഈ TV ഷോ എന്ന് പറയുന്ന എൻറ്റിറ്റിക്ക് ഉള്ള ആട്രിബ്യൂട്ട്സ് ആണ് ടൈറ്റിൽ, ചാനൽ, പാർട്സ്. ഓക്കെ, അപ്പോൾ ആ TV ഷോയ്ക്ക് ഒരു ടൈറ്റിലുണ്ട്, അത് ഏത് ചാനലിലാണ് അതായിരിക്കും ചാനൽ കാണിക്കുന്നത്, ആൻഡ് ആ TV ഷോയ്ക്ക് ഉള്ള പാർട്സ്. ഈ പാർട്സ് എന്ന് പറയുന്നത് നമുക്ക് TV ഷോയിൽ എന്താണ് പല പാർട്സ് ഉണ്ടാകും, അല്ലേ? നമുക്ക് എപ്പിസോഡ്സ് ആയിട്ടായിരിക്കും ചിലപ്പോൾ, അല്ലേ? അപ്പോൾ എപ്പിസോഡ്സ് ആണെങ്കിൽ യു ഹാവ് എപ്പിസോഡ് 1, എപ്പിസോഡ് 2, എപ്പിസോഡ് 3, എപ്പിസോഡ് 4, അങ്ങനെ നമുക്ക് കാണിക്കാം. അല്ലെങ്കിൽ ആ ഓരോ എപ്പിസോഡിനും ഒരു നെയിംസ് ഉണ്ടാവാം.
അപ്പോൾ ആ പാർട്സ് എന്ന് പറയുന്നത് ദർ ക്യാൻ ബി മോർ ദാൻ വൺ. അതാണ് ഇവിടെ ഒരു മൾട്ടി വാല്യൂഡ് ആയിട്ട് കാണിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു കോമ്പോസിറ്റ്, ഈ പാർട്സ് എന്ന് പറയുന്നത് ഇത് ക്യാൻ ബി സീസൺസ്, എപ്പിസോഡ്സ്, ടൈറ്റിൽ അല്ലേ. അപ്പം ഈ ഒരു പാർട്ടിൻ ഓരോ പാർട്ട് എടുത്തു കഴിഞ്ഞാൽ ആ പാർട്ട് എന്ന് പറയുന്നത് ഏത് സീസണിലുള്ള പാർട്ടാണ്, ഏത് എപ്പിസോഡാണ്, അതിൻ്റെ ടൈറ്റിൽ എന്താണ്, അങ്ങനെ നമുക്ക് അതിനെ 3 കമ്പോണൻസ് ആയിട്ട് കാണിക്കാൻ പറ്റും. അപ്പം ദാറ്റ് ഈസ് എ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതൊരു മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടാണ്, അതേപോലെ ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടുമാണ്. സോ അങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സിനെ നമ്മൾ കോംപ്ലെക്സ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. ഓക്കെ, കോമ്പോസിറ്റ് ആൻഡ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് മേ ബി നെസ്റ്റഡ് ഇൻ ദ ഫോം ഓഫ് കോംപ്ലെക്സ് ആട്രിബ്യൂട്ട്. അപ്പം ഇതിനെ നമുക്കൊരു കോംപ്ലെക്സ് ആട്രിബ്യൂട്ട് എന്ന് പറയാം. ഓക്കെ, സോ അതാണ് കോംപ്ലെക്സ് ആട്രിബ്യൂട്ട്. ആ കോംപ്ലെക്സ് ആട്രിബ്യൂട്ട്സിനെ നമുക്ക് ഇതുപോലെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം സപ്പോസ് ഐ ഹാവ് 3 ഡിഗ്രീസ് ഞാൻ പറഞ്ഞു. അപ്പം ദാറ്റ് ഈസ് എ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. സോ ഡിഗ്രി എന്ന് പറയുന്നത് ഒരു മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ആയിരിക്കും. ആൻഡ് ഈ ഇപ്പോൾ എനിക്ക് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അത് ഏത് കോളേജ്, ഏത് ഇയർ, എന്തിലാണ് ഡിഗ്രി, ഏത് ഫീൽഡാണ് എന്ന് എനിക്ക് കാണിക്കാൻ പറ്റും അല്ലേ. സോ ഈ ഡിഗ്രീനെ തന്നെ ഞാൻ 4 കമ്പോണൻസ് ആയിട്ട് തിരിക്കാം. അപ്പോൾ സോ ദാറ്റ് ഈസ് എ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. സോ ഇതിനെയാണ് നമ്മൾ ഒരു കോംപ്ലെക്സ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ബ്രാക്കറ്റ്, ഇതിനെ നമ്മൾ ബ്രേസസ് എന്ന് പറയും. ഈ ബ്രേസസിൻ്റെ ഉള്ളിൽ ആയിരിക്കും ഈ ആട്രിബ്യൂട്ട്സിനെ കാണിക്കുക. ബ്രേസസ്, ഇൻസൈഡ് ദ ബ്രേസസ് the attribute, and inside the parenthesis its components. Okay, so അതാണ് കോംപ്ലെക്സ് ആട്രിബ്യൂട്ട്. Then finally you have key attribute. Key attribute എന്ന് പറയുന്നത് the attribute which is unique to an entity is called a key attribute. അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് വരും. അതായത് ഇത്രയേ ഉള്ളൂ, ഒരു പർട്ടിക്കുലർ എൻറ്റിറ്റിയിൽ ചില ഇപ്പം നമ്മളിപ്പോൾ റോൾ നമ്പേഴ്സ് എടുത്താൽ ഒരു ക്ലാസ് റൂമിൽ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് എടുത്താൽ അവരുടെ റോൾ നമ്പേഴ്സ് വിൽ ബി കീ ആട്രിബ്യൂട്ട്. ബിക്കോസ് ആ എൻറ്റിറ്റിയിൽ ആ വാല്യൂ എന്ന് പറയുന്നത് വിൽ ബി യുണീക്ക് അല്ലേ. ഒരു സ്റ്റുഡൻറ്റിന് ഒരു പർട്ടിക്കുലർ റോൾ നമ്പർ, ഇറ്റ് വിൽ ബി എ യുണീക്ക് റോൾ നമ്പർ. ദ അതർ സ്റ്റുഡൻസ് വിൽ ഹാവ് എ ഡിഫറെൻറ്റ് റോൾ നമ്പർ. അതാണ് അങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ കീ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. സോ കീ ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. സോ ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ആൻ അണ്ടർലൈൻ ഇൻ ദ ER ഡയഗ്രാം. അതായത് ആട്രിബ്യൂട്ട്സിനെ നമ്മൾ ഓവലിൽ റെപ്രസെൻറ്റ് ചെയ്യും, അതിൻ്റെ ഉള്ളിലൊരു അണ്ടർലൈൻ കൊടുക്കുമ്പോൾ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ കീ ആട്രിബ്യൂട്ട്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ മൂവി ഈസ് ആൻ എൻറ്റിറ്റി. ആ മൂവി എന്ന് പറഞ്ഞ എൻറ്റിറ്റിയിൽ ഉള്ള ഒരു ആട്രിബ്യൂട്ടാണ് മൂവി ID. മൂവി IDനെ നമ്മൾ അണ്ടർലൈൻ ചെയ്തേക്കുകയാണ്. സോ മൂവി ID അണ്ടർലൈൻ ചെയ്താൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ കീ ആട്രിബ്യൂട്ട്. അതായത് അതിന് യുണീക്ക് വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ അതാണ് കീ ആട്രിബ്യൂട്ട്. Then another type of attributes are stored and derived attribute. അതായത് ഇത്രയേ ഉള്ളൂ. There are some attributes which is whose values are related to some other attributes. Okay, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏജ് ആൻഡ് ബർത്ത് ഡേറ്റ് ആട്രിബ്യൂട്ട് ഫോർ എ പേഴ്സൺ. അപ്പം നമുക്കിപ്പോൾ ബർത്ത് ഡേറ്റ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ബർത്ത് ഡേറ്റും കറണ്ട് ഡേറ്റും വെച്ചിട്ട് യു ക്യാൻ derive the age, or you can find the age of that person അല്ലേ. സോ ഏജ് ആട്രിബ്യൂട്ടിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് കോൾഡ് എ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. ഏജ് ഈസ് കോൾഡ് എ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് ആൻഡ് ബർത്ത് ഡേറ്റിനെ നമ്മൾ സ്റ്റോർഡ് ആട്രിബ്യൂട്ട് എന്ന് പറയും. ഓക്കെ, അതാണ് ഏജ് ഈസ് ദ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് ആൻഡ് ദ അതർ വൺ ഫ്രം വിച്ച് ഇറ്റ് ഈസ് ഡിറൈവ്ഡ്. ബർത്ത് ഡേറ്റിൽ നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്, അതിനെ നമ്മൾ സ്റ്റോർഡ് ആട്രിബ്യൂട്ട് എന്ന് പറയും. ഓക്കെ, സോ അങ്ങനെയുള്ള ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ്, അതായത് ഇപ്പോൾ ഇവിടെ ഏജ് ആണ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. ഏജിനെ നമ്മൾ ഡോട്ടഡ്
എലിപ്സ് വെച്ചിട്ട് കാണിക്കും. സോ അതാണ് നമ്മുടെ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ച എല്ലാ ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സിനെയും തന്നെ കാണിക്കുന്നുണ്ട്. സോ ഇപ്പം യു ടേക്ക് എൻറ്റിറ്റി മൂവി, നമുക്കൊരു എൻറ്റിറ്റി ഉണ്ട് മൂവി എന്ന് പറഞ്ഞിട്ട്, ആ മൂവീനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ആണ് മൂവി ഐ ഡി, ടൈറ്റിൽ, റിലീസ്ഡ്, ഏജ്, ജോണർ. സോ മൂവി ഐ ഡി എന്ന് പറയുന്നത് ഇസ് ആൻ ആട്രിബ്യൂട്ട് വിച്ച് ഇസ് എ കീ ആട്രിബ്യൂട്ട്. ഇതുണ്ടോ, മൂവി ഐ ഡിനെ നമ്മൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നുണ്ട്. സോ ദിസ് ഇസ് എ കീ ആട്രിബ്യൂട്ട്. സോ അതിലെ വാല്യൂസ് ഷുഡ് ബി, ഈച്ച് വാല്യൂ ഷുഡ് ബി യുണീക്ക്. ഓക്കെ. ദെൻ ടൈറ്റിൽ എന്ന് പറയുന്നത് സിമ്പിൾ, ഇറ്റ്സ് എ സിമ്പിൾ ആട്രിബ്യൂട്ട്. അതിന് പ്രത്യേകിച്ച് യു കനോട്ട് ഡിവൈഡ് ഓർ ദർ ഇസ് നോ അതർ distinction. So that is a simple attribute. Then released, again it is another simple attribute. A single value ഉണ്ടാവും, that cannot be further divided. Then age is a derived attribute. Age എന്ന് പറയുന്നത് നമുക്ക് ബർത്ത് ഡേറ്റ് നമുക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ we can derive the age. സോ അതിനെ നമ്മൾ ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ട് കാണിച്ചിരിക്കുന്നു. സോ ദാറ്റ് ഈസ് ദ നമുക്കപ്പോൾ ഒരു റിലീസിങ് ഡേറ്റ് വെച്ചിട്ട് നമുക്ക് ഏജ് ഓഫ് ദാറ്റ് മൂവി കണ്ടുപിടിക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. അതാണ് ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ട് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് എ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. ദെൻ ജോണർ എന്ന് പറയുന്നത് ചിലപ്പം സം മൂവീസ് ക്യാൻ ബി ഇൻ മോർ ദാൻ വൺ ജോണർ. സോ അതാണ് അതിനെ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടായിട്ട് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻ double ellipse. Okay, so that have more than one values. Okay, അതാണ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. സോ അതാണ് ഡിഫറെൻറ്റ് എൻറ്റിറ്റി ടൈപ്സ്. ഇതൊക്കെ വെറുതെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഓക്കെ. സോ ഓക്കെ, കീ ആട്രിബ്യൂട്ട്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. വാട്ട് ഈസ് എ കീ ആട്രിബ്യൂട്ട്? സോ an attribute of an entity type for which each entity must have a unique value. അതാണ് നമ്മൾ ഒരു കീ ആട്രിബ്യൂട്ട് ഓഫ് ദ എൻറ്റിറ്റി ടൈപ്പ് എന്ന് പറയുന്നത്. ഇപ്പം ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസിൽ റോൾ നമ്പർ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി യുണീക്ക് ഫോർ ഈച്ച് എൻറ്റിറ്റി വാല്യൂ അല്ലേ. for each row that roll number will be unique അല്ലേ. അപ്പോൾ അത് സോ their roll number is a key attribute. അതുപോലെ SSN ഓഫ് എംപ്ലോയി, അല്ലെങ്കിൽ ലൈസൻസ് നമ്പർ, രജിസ്റ്റർ നമ്പർ, ഇതൊക്കെ ദീസ് ക്യാൻ ഓൾ ബി യുണീക്ക് വാല്യൂസ് അല്ലേ. സോ അതിനെയൊക്കെ നമുക്ക് കീ ആട്രിബ്യൂട്ട് എന്ന് പറയാം. ആൻഡ് ദ കീ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ക്യാൻ ബി സിമ്പിൾ ഓർ കോമ്പോസിറ്റ്. ചിലപ്പം കീ ആട്രിബ്യൂട്ട്സ് സിമ്പിൾ ആയിരിക്കാം, അതായത് ഒരു സിംഗിൾ ഒരു കമ്പോണൻ്റ് ഉള്ള ഒരു ആട്രിബ്യൂട്ട് ആയിരിക്കും, അല്ലെങ്കിൽ കോമ്പോസിറ്റ് ആണ്. ദർ ക്യാൻ ബി മോർ ദാൻ വൺ കമ്പോണൻറ്റ്. സോ ഇപ്പം ഇതൊരു കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടാണ് ഈ കീ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹാസ് SSN ആൻഡ് ലൈസൻസ് നമ്പർ. അത് രണ്ടും കൂടെ കൂടുന്നതാണ് നമ്മുടെ കീ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അതുപോലെ എൻറ്റിറ്റി ടൈപ്പ് മേ ഹാവ് മോർ ദാൻ വൺ കീസ്. ഇപ്പോൾ ഇവിടെ SSN ലൈസൻസ് അങ്ങനെ രണ്ട് കീസ് ഉണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് മോർ ദാൻ വൺ കേസ് ആർ ഓൾസോ പോസിബിൾ. ഒരു കീ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. പക്ഷേ അതിനകത്ത് തന്നെ നമുക്കൊരു പ്രൈമറി കീനെ സെറ്റ് ചെയ്യാൻ പറ്റും, അത്രയേ ഉള്ളൂ. കുറേ കീ ആട്രിബ്യൂട്ട്സ് ഉണ്ടാകും, പക്ഷെ നമുക്ക് അതിനകത്ത് ഒരു കീനെ നമ്മൾ പ്രൈമറി കീ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇനി വരുമ്പോൾ പറയാം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. ഓക്കെ. സോ കീ ആൻഡ് ദിസ് കീ ആട്രിബ്യൂട്ട്സ് മേ ബി റെപ്രസെൻറ്റഡ് ബൈ അണ്ടർലൈനിങ് ഇറ്റ്. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്തായിരിക്കും അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ER diagram which represents an entity type and its attributes. ഇപ്പോൾ ഇവിടെ കാർ എന്ന് പറയുന്നതാണ് നമ്മുടെ എൻറ്റിറ്റി, which is represented inside a rectangular box. Then ഇതിനോട് കണക്റ്റ് ചെയ്തേക്കുന്ന ഈ ആട്രിബ്യൂട്ട്സ്, ഈ ഓവൽസ് ആണ് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. സോ കാറിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ഇസ് രജിസ്ട്രേഷൻ, വെഹിക്കിൾ ID, ഇയർ, കളർ, മേക്ക്, മോഡൽ.
ഇതാണ് അതിൻ്റെ ആട്രിബ്യൂട്ട്സ്. ഇതിനകത്ത് ഇപ്പോൾ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ കീ ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ അതിന് യുണീക്ക് വാല്യൂസ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്, അതായത് ഇതിന് രണ്ട് കമ്പോണൻസ് ഉണ്ട്, സ്റ്റേറ്റും അതുപോലെ രജിസ്ട്രേഷൻ നമ്പറും. സോ ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. ദെൻ വെഹിക്കിൾ ഐ ഡി, അതും ഒരു കീ ആട്രിബ്യൂട്ടാണ്. സോ ദാറ്റ് ഈസ് അണ്ടർലൈൻഡ്. Then year is a simple attribute, model is also a simple attribute, no further divisions. Then color is a multi-valued attribute. ആ ഒരു പർട്ടിക്കുലർ കാറിൻ്റെ കളേഴ്സ് ഇപ്പം വൈറ്റ് ആൻഡ് ബ്ലാക്ക് മിക്സ് കളേഴ്സ് വരാം. അപ്പോൾ അതാണ് കളേഴ്സ് ഇസ് എ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ആൻഡ് മേക്ക് ഇസ് അഗെയിൻ എ സിമ്പിൾ ആട്രിബ്യൂട്ട്. സോ ദിസ് ഇസ് ഹൗ entity relationship diagrams or ER diagrams can be built. Okay, അപ്പം ഇതിപ്പോൾ ഒരു സിംഗിൾ എൻറ്റിറ്റിയും അതിൻ്റെ ആട്രിബ്യൂട്ട്സും കാണിക്കുന്നു. ഓക്കെ, അതാണ് ദിസ് ഇസ് അനദർ സം അതർ എക്സാമ്പിൾസ് നിങ്ങൾ നോക്കിയാൽ മതി. സോ ഹിയർ ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് എ എൻറ്റിറ്റി, അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഹിയർ ഫോർ പ്രോജക്റ്റ് എൻറ്റിറ്റി the attributes name, number, location, controlling department, then employee, dependent. So these are all some examples of entities and its attributes. Okay, thank you.